പ്രശ്നങ്ങളുടെ എണ്ണം ജീവിതത്തിൽ കൂടുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ബോധം വളരുന്നുവെന്നാണ്. വളരെ സ്ട്രേഞ്ചായ ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. പ്രശ്നങ്ങളുടെ എണ്ണം കൂടുന്നതും ബോധം വളരുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ്? വ്യത്യസ്തമായ അറിവുകൾ, കാഴ്ചപ്പാടുകൾ ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. അത്തരത്തിലൊരു അറിവാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വരുന്നത്. ഇത് പ്രകാരം ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ എണ്ണം വളരെ പെട്ടെന്ന് കൂടുന്നതായി ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം അയാളുടെ ബോധം വളരുന്നുവെന്നാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അത് മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഒരു നാട്ടിൽ ഒരാൾ ഇരുട്ടിലാണ് ജീവിക്കുന്നത്. അയാളുടെ മുറിയിൽ എപ്പോഴും ഇരുട്ടാണ്. പകൽ സമയത്ത് പോലും ആ മുറിയിൽ ഇരുട്ടാണ്. ആ മുറിയിൽ വെളിച്ചം വന്നിട്ടേയില്ല. ഒരുപാട് നാളായി അയാൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഒരിക്കൽ ആദ്യമായി അയാൾ ആ മുറിയിൽ ലൈറ്റിട്ടു. ലൈറ്റിട്ട് കഴിഞ്ഞപ്പോൾ ആ മുറിയിലെ കാഴ്ച കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. അയാൾക്ക് ആ കാഴ്ച വിശ്വസിക്കാനേ സാധിച്ചില്ല. മുറി മുഴുവൻ വിശ്വസിക്കാൻ സാധിക്കാത്തത്രയും പൊടി, അഴുക്ക്, ചെളി, ചിലന്തിവല, പ്രാണികൾ. അയാൾക്ക് ആ കാഴ്ച വിശ്വസിക്കാനേ സാധിച്ചില്ല. ഇത്രയും അഴുക്കും പൊടിയും പെട്ടെന്ന് എങ്ങനെ വന്നു? ഇത്രയും നാൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. എത്ര ശ്രമിച്ചിട്ടും ഇത്രയും അധികം അഴുക്കും പൊടിയും ചെളിയും എങ്ങനെ വന്നു എന്ന് അയാൾക്ക് മനസ്സിലാക്കാനേ സാധിച്ചില്ല. അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. കുറച്ച് മുൻപ് വരെ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് അഴുക്കും പൊടിയും എങ്ങനെ ഉണ്ടായി? ഇതിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാം. അഴുക്കും പൊടിയും ചെളിയും ഒരുപാട് നാളായി അവിടെയുണ്ട്. പക്ഷെ വെളിച്ചമില്ലായിരുന്നെന്ന് മാത്രം. അയാൾ അതൊന്നും കണ്ടില്ലെന്ന് മാത്രം. അയാൾ ഇത്ര നാൾ കടന്നുറങ്ങിയത് ഈ പൊടിയിലും ചെളിയിലുമാണ്. പക്ഷെ അയാളൊന്നും അറിഞ്ഞിരുന്നില്ല. വെളിച്ചമില്ലായിരുന്നു. സത്യത്തിൽ ഇത് തന്നെയാണ് ഒരാളുടെ ഉള്ളിൽ ബോധം വളരുമ്പോഴും സംഭവിക്കുന്നത്. ബോധം വെളിച്ചം പോലെയാണ്. ബോധമില്ലാത്തൊരാളുടെ ജീവിതം ഇരുട്ടിലാണ്. അയാൾ തിരിച്ചറിയുന്നില്ല അയാൾ പൊടിയിലും ചെളിയിലുമാണ് കടന്നുറങ്ങുന്നതെന്ന്. ബോധം വളരുമ്പോൾ പെട്ടെന്ന് അയാളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അയാൾ ചിന്തിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം എവിടെ നിന്ന് വന്നു എന്നാണ്. പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടാവുന്നത്? സത്യത്തിൽ അവയൊന്നും പെട്ടെന്നുണ്ടായ പ്രശ്നങ്ങളല്ല. ബോധം വന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ട പ്രശ്നങ്ങളല്ലത്. ആ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നാളായുണ്ട്. നമ്മളതൊന്നും അറിഞ്ഞതേയില്ല. കാരണം വെളിച്ചമില്ലായിരുന്നു. ബോധം വളരുമ്പോൾ ഒരാളുടെ ഉള്ളിൽ വെളിച്ചവും വളരുന്നു. അയാളുടെ ശ്രദ്ധയിൽ ഇതുവരെ ശ്രദ്ധിക്കപ്പെടാത്ത പൊടിയും അഴുക്കും വരുന്നു. ആദ്യമായി ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ ശ്രദ്ധിക്കുന്നു. ഇത് നല്ലൊരു ലക്ഷണമാണ്. പക്ഷെ ഇവിടം കൊണ്ട് നിൽക്കരുത്. മുറിയിൽ പൊടിയും അഴുക്കും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് വലിയ കാര്യമാണ്. പക്ഷേ ഇനി അത് തൂത്ത് വൃത്തിയാക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ പൊടിയും അഴുക്കും എല്ലാം തിരിച്ചറിയാൻ സാധിക്കട്ടെ. അത് തൂത്ത് വൃത്തിയാക്കാൻ സാധിക്കട്ടെ.